കണ്ണൂർ ജില്ലയിലുള്ള അത്രയും വലിയ ഉയരമുള്ള മതിൽ ചാടി പുറത്തേക്ക് പോയ ഗോവിന്ദചാമി. പോലീസുകാരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ഇത്രയും കാലം അവന് തിന്നാൻ കൊടുത്ത് നല്ലോണം വളർത്തി, ഇത്രയും കാലം ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് ചപ്പാത്തി ആവട്ടെ ബിരിയാണി ആവട്ടെ ഒക്കെ കൊടുത്തു. പിന്നെ തടി കുറക്കാൻ വേണ്ടി ചപ്പാത്തി മാത്രം മതി എന്ന് പറഞ്ഞ് ചപ്പാത്തിയൊക്കെ തിന്നാൻ കൊടുത്ത്, കമ്പിക്കൊക്കെ ഉപ്പും വെള്ളവും തേച്ച് എക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് അത്രയും വലിയൊരു മതിൽ ചാടി, ബെഡ്ഷീറ്റ് കെട്ടി അത്രയും വലിയൊരു മതിൽ ചാടി പുറത്ത് വന്നില്ലേ? വന്നിട്ടോ പൊതുജനങ്ങൾ അദ്ദേഹത്തെ പിടിച്ചപ്പോഴും ആ പൊതുജനങ്ങളോടൊന്ന് പറയാനേ ഉള്ളൂ, ഇത്രയും കാലം തിന്നാൻ കൊടുത്ത പോലീസിന് വിട്ടുകൊടുക്കാതെ നിങ്ങൾക്കെങ്കിലും ഓൻ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ? എന്തിനാണ് ഇനി ഓന്? എന്നിട്ട് ഓനെ സ്ഥലം മാറ്റിയിരിക്കണ്. എന്തിന് സ്ഥലം മാറ്റണം? സ്ഥലമല്ല മാറ്റേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. تکونه باش اینجوری ഇതുപോലെയാണ് ചെയ്യേണ്ടത് ഇദ്ദേഹത്തെ. ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന ഇദ്ദേഹത്തെ ഈ ജയിലിൽ നിന്നും ചാടി പുറത്തിറങ്ങിയപ്പോൾ തിരിച്ചു കൊണ്ടുവന്നാൽ ആ പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് ജയിൽ ചാടിയവനെ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരപ്രകാരം തൂക്കിക്കൊന്നു. എത്ര അഭിമാനമുണ്ട് അല്ലേ? കേരളത്തിലുള്ള ജനങ്ങൾക്ക് കേൾക്കാൻ എത്ര അഭിമാനമുണ്ട്. അതല്ലാതെ അദ്ദേഹത്തെ കൊണ്ടുപോയി ജയിലിൽ മാറ്റിയതാ. ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു 1, 2, 3, 4, 5 പേരെ ഇതുപോലെ പബ്ലിക്കിൽ വെച്ച് തൂക്കിക്കൊല്ലുകയാണെങ്കിൽ ഒരുത്തനും ഒരു തെറ്റും ചെയ്യില്ല. ആ സഹോദരിയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു പൊതുജനങ്ങളോട്, നിങ്ങൾ എന്തിനാണ് അവനത് വീണ്ടും പോലീസിനേക്ക് കൊടുത്തത്? നിങ്ങൾക്ക് അവനെ കൊന്നുകൂടെ എന്ന്. അത്രമാത്രം ആ അമ്മയൊക്കെ വേദനിക്കുന്നത്. ഒരു മക്കൾ നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സിലാവുക. അതൊക്കെ പോലെ വേറെ ആരെങ്കിലും ചെയ്യുമ്പോഴാണോ എനക്കും നിങ്ങൾക്കും മനസ്സിലാവല്. സ്വന്തം മക്കൾ ചെയ്യുമ്പോഴാണ് ഓരോ രക്ഷിതാക്കൾക്കും മനസ്സിലാവല്. അതുകൊണ്ട് അങ്ങനത്തെ ഇനിയൊന്നും വേണ്ട, ഒഴിവായിക്കള. നമ്മുടെ ഇന്ത്യയിൽ തന്നെ അങ്ങനത്തെ ഒരു സാധനത്തിന് വേണ്ടി നിങ്ങൾ കണ്ണൂരിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി ഇനിയും 10, 15 വർഷം തിന്നാൻ കൊടുക്കുന്നതിൽ നല്ല അങ്ങ് തീർത്തുകള. അതല്ലേ നല്ലത്.